വചനമൊഴി ഡിസംബർ 27. വചനഭാഗം റോമ 8:35-39, യോഹന്നാന്റെ സുവിശേഷം 21:20-24. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവനെ കണ്ടപ്പോൾ പത്രോസ് ഈശോയോട് ചോദിച്ചു, കർത്താവേ, ഇവന്റെ കാര്യമോ? ഈശോ പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല ഈശോ പറഞ്ഞത്, പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഇവയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, 12 സ്ലീഹന്മാരിൽ ഒരുവനും ഈശോയുടെ വത്സല ശിഷ്യനുമായിരുന്ന യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ ദിവസമാണ് ഇന്ന്. യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ റൂഹായുടെ കൃപയോട് സഹകരിച്ച് വിശുദ്ധ സുവിശേഷം എഴുതി. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിലെ അവസാന വാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിച്ചത്. പത്രോസിനെ സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന് ശേഷം പത്രോസും ഈശോയും തമ്മിലുള്ള സംഭാഷണമാണ് നാം ഇവിടെ ശ്രവിച്ചത്. പത്രോസ് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒരു ശിഷ്യൻ അവിടേക്ക് കടന്നു വരുന്നു. ആ ശിഷ്യനെ കുറിച്ച് പത്രോസ് ചോദിച്ചപ്പോൾ ഈശോ നൽകിയ മറുപടിയാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചത്. ഈശോ പറഞ്ഞു, ആ ശിഷ്യൻ ഞാൻ വരുന്നതുവരെ ഉണ്ടാകണമെന്ന് ആണ് എന്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? സുവിശേഷം തന്നെ രേഖപ്പെടുത്തുന്നു, ഇക്കാരണത്താൽ ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു ചിന്ത അവരുടെ ഇടയിൽ വന്നിരുന്നു. എന്നാൽ മരിക്കുകയില്ല എന്ന് ഈശോ പറഞ്ഞില്ല, മറിച്ച് ഞാൻ വരുന്നതുവരെയും അവൻ ഉണ്ടായിരിക്കണമെന്ന് ആണ് എന്റെ ഹിതമെങ്കിൽ നിനക്ക് എന്ത് എന്നാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ അവസാന ഭാഗം മറ്റാരെങ്കിലും എഴുതിയതായിരിക്കാം, ഞങ്ങൾക്കറിയാമെന്ന് എന്നാ പറഞ്ഞിരിക്കും. അപ്പം മറ്റാരെങ്കിലും എഴുതി ചേർത്തതായിരിക്കാം യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തോട്. അങ്ങനെ യോഹന്നാന്റെ സാക്ഷ്യം സത്യമാണെന്നും ആദിമ ക്രൈസ്തവ സഭ സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രവിക്കാൻ സാധിക്കും. യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിന്റെ സുവിശേഷം പങ്കുവെച്ചയാളാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ പോലെ ഈശോയെ സ്നേഹമായി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മിൽ എഴുന്നള്ളി വരുമ്പോൾ ഈശോയുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനും ഈശോയുടെ ഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും പരിശ്രമിക്കാം. ആദിയിൽ ഉണ്ടായിരുന്ന വചനം മാംസം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. ആ വചനത്തിൻ്റെ ശക്തിയാലാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് ക്രമീകരിക്കുന്നത്. ആ വചനം മാംസം ധരിച്ച മിശിഹായുടെ പിറവി തിരുനാൾ ആചരിച്ച് കടന്നുപോകുന്ന ഈ ദിവസങ്ങളിൽ ആ വചനത്തിന് തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷി നൽകിയ യോഹന്നാൻ ശ്ലീഹായെ അനുകരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതിനും ദൈവവചനത്തിന് അനുസരിച്ച് ജീവിതത്തെ സമർപ്പിക്കുന്നതിനും കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.